Good morning all, and now you can mark your attendance in the chat box. ഇപ്പോ തൊട്ടാണ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തേണ്ടത്. നേരത്തെ രേഖപ്പെടുത്തിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും കൂടെ ടൈപ്പ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾ പ്രസന്റ് അതിൽ വരുള്ളൂ. ഓക്കെ, സോ എല്ലാവരും നിങ്ങളുടെ അറ്റൻഡൻസ് ഇപ്പോ തൊട്ടാണ് ചാറ്റ് ബോക്സിൽ മാർക്ക് ചെയ്യേണ്ടത്. നേരത്തെ മാർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പ്രസന്റ് അതിൽ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അല്ല നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ടാവില്ല. Okay. Okay. Okay, very good, very good, very good. So, ഇന്ന് തൊട്ട് നിങ്ങളുടെ മേരിക്കുട്ടി മിസ്സിന് പകരം ഞാനായിരിക്കും നിങ്ങളെ GK പഠിപ്പിക്കുന്നത്. ഓക്കെ, എന്റെ പേര് ഷാരോൺ ജോൺ എന്നാണ്. ഞാൻ നിങ്ങളുടെ പുതിയ മിസ്സാണ്. ഞാനായിരിക്കും നിങ്ങളുടെ GK മിസ് ഇന്ന് തൊട്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇത്രയും പേരെ ഉള്ളോ ആ ക്ലാസ്സില്? 14 പേര് മിസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി കുറെ ആൾക്കാർ വരാനുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, സോ വരുന്ന ഓരോ ആൾക്കാരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഓർക്കണം, മറക്കാൻ പാടില്ല. സോ ലെറ്റ്സ് സ്റ്റഡി അവർ GK. So all of you take your textbook. All of you. I think you names and ഇനി വേണ്ടത് names and pen names അല്ലേ? അതായത് പേജ് നമ്പർ 12 അല്ലേ? Yes. So here we can see that. Okay, what do you mean by pen names? Do you know what is pen name? No, that is pet name. Pet name. This is pen name. Many writers often use that is okay. That is okay okay okay. I will tell. Okay, എല്ലാവരും മൈക്ക് മ്യൂട്ട് ആക്കി വെക്കുക. ഞാൻ പറയുന്നവർ മാത്രം അൺമ്യൂട്ട് ആക്കിയിട്ട് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഓക്കെ, so there are many writers who often use pseudonyms. Pseudonyms എന്നാണ് ഉപയോഗിക്കുന്നത്. P silent ആണ്. Pseudonyms or pen names. Many writers, that is pen names are used by writers. Okay, writers use pen names. And why these writers are using pen names? Okay, let's see. They do it for variety of reasons. That is, writers choose pen names for variety of reasons. And the reasons are to make their names more distinctive. Distinctive means to make their name more special. To make their name more special, they use pen names. Okay, and also to hide their gender. To hide their gender means to hide whether they are male or female. അവർ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പെൻ നെയിംസ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, then to avoid over exposure. To avoid over exposure means to avoid over publicity. നമുക്കറിയാം റൈറ്റേഴ്സ് ഒക്കെ ആയാലും അവർ ഭയങ്കരമായിട്ട് ഫേമസ് ആവും അല്ലെ, ഭയങ്കര പബ്ലിസിറ്റി കിട്ടും. അപ്പൊ അങ്ങനെയുള്ള പബ്ലിസിറ്റിയും ഈ ഫേമസ് ആവുന്നൊന്നും ഇഷ്ടമില്ലാത്ത റൈറ്റേഴ്സ് അവരുടെ ഒറിജിനൽ പേര് മറച്ചു വെച്ചിട്ട് അതിനു പകരം യൂസ് ചെയ്യുന്ന നെയിമാണ് പെൻ നെയിം. ഓക്കെ, ഇപ്പൊ പെൻ നെയിം എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ലേ? സോ ഹന്ന റോസ്, വാട്ട് യു മീൻ ബൈ പെൻ നെയിം? ടെൽ മീ. എന്താ റൈറ്റേഴ്സ് അവരുടെ പേര് മറയ്ക്കാൻ വേണ്ടി, എന്താ അവർക്ക് പ്രശസ്തി ഇഷ്ടമില്ലാത്തവര് അവരുടെ പേര് മറയ്ക്കാൻ വേണ്ടി, അവർ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നൊക്കെ മറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പെൻ നെയിംസ്. ഓക്കെ, സോ ഡു യു നോ ദ പെൻ നെയിംസ് ഓഫ് എനി റൈറ്റേഴ്സ് ഇൻ മലയാളം? Okay, Muhammad Ruwais, do you know? Come on, tell me. Unmute your mic. I can't hear you. മുഹമ്മദ് റുവൈസിന് ആരുടെയെങ്കിലും മലയാള റൈറ്റേഴ്സിന്റെ പെൻ നെയിംസ് അറിയാവോ? What? I can't hear you. മുഹമ്മദ് റുവൈസിന്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല. ഓഡിയോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല. എങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ
മുഹമ്മദ് വൈസ് ആരുടെ പെൻ നെയിമാ പറയുന്നതെന്ന്? ഓക്കെ, ലെറ്റ് മീ സീ. വേറെ ആർക്കെങ്കിലും അറിയാവോ? മുഹമ്മദ് റുവൈസ്? Okay, then any other? Okay, so there are many Malayalam writers who have pen names also. So now we are going to do an activity in our textbook. So in our textbook we can see the photos of many writers there, isn't it? Okay, and there is a box, and that box carries pen names of all these writers. So your task is to match the pen name with the correct writer or correct author. Okay, and the first person is Robert Galbraith. And do you know who is this? Okay, Edwin, who is this? You don't know? Okay, and Angel, do you know? Yes, Miss. And who is that? J.K. Rowling. Okay, J.K. Rowling is the correct answer. Okay, then fill that blank with the J.K. Rowling. Abel, Binoy, turn on your camera. Abel, Binoy. മിസ്സേ എന്റെ ക്യാമറ കേടാണ് മിസ്സേ. ഇവിടെ വൈഫൈയുടെ പ്രോബ്ലം ഉണ്ട്. ക്യാമറ ഓൺ ആക്കിയാൽ ക്യാമറ ഓൺ ആക്കാന്നല്ല, ക്യാമറ ഓൺ ആയിരിക്കാണ്, പക്ഷെ ഇത് കട്ടായിക്കൊണ്ടേ ഇരിക്കും. ക്ലാസ്സിൽ നിന്ന് കട്ടായി പോവോ? ഓക്കെ, അപ്പോ J.K. Rowling എഴുതിയില്ലേ? And do you know? Yes, Miss. ആരാത്? മഴയായിട്ടൊന്നും കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല? അത് പുറത്ത് മഴ പെയ്യുന്ന സൗണ്ട് കൊണ്ടായിരിക്കും. ഞാനിവിടെ സ്പീക്കറൊക്കെ വെച്ചിട്ടാ മൈക്കെല്ലാം വെച്ചിട്ടാ സംസാരിക്കുന്നേ. സോ അതിന്റെ കുഴപ്പം ഉണ്ടാവില്ലായിരിക്കും. അവിടെ എന്തെങ്കിലും റേഞ്ചിന്റെ ഇഷ്യൂ, മഴയുടെ സൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. റേഞ്ചിന് കുഴപ്പമില്ല, മഴയായതുകൊണ്ട് തിരിയുന്നില്ല. ഓക്കെ, ജോസി ജോസഫ്, അവിടെ എന്തെങ്കിലും ഹെഡ്ഫോണോ ഇയർഫോണോ എന്തെങ്കിലും ഉണ്ടോ? അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, മഴ ആയതുകൊണ്ട് സൗണ്ടിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഓക്കെ, and do you know who is this J.K. Rowling? J.K. Rowling ആരായിരുന്നു നിങ്ങൾക്ക് അറിയാവോ? Have you heard about this person before? ഞങ്ങള് പഠിക്കുമ്പോ പോയത്തിന്റെ അടിയിൽ പേര് എഴുതി കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ have you heard about Harry Potter movies? ഹാരി പോട്ടർ മൂവീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Yes, miss. Okay, have you seen that movies? No. Okay, and she is the screenwriter of that Harry Potter movie series, and Harry Potter movie is all-time favorite movie of children like you. Okay, and there is a book. There is book also with the name Harry Potter, and cinema. Okay, movie also with this name. Okay, that is, she is the screenwriter of Harry Potter movie series, which is a famous film all over the world. Okay, and this Harry Potter story or movie is available in the form of a book also. Okay, that is, it is available in the form of a story also, and she is very famous for that book. And here in textbook you can see that she wrote the crime mystery The Cuckoo's Calling. Okay, and that's one of her writing. And the next person is Georges Prosper Remy, and he wrote the series The Adventures of Tintin. Okay, do you know his pen name? Okay, I will ask Lakshmi Priya. No. Then Edwin, do you know? It's a second one അല്ലേ? സോറി, സെക്കൻഡ് വൺ. ഞാൻ ഇപ്പൊ ഫോർത്ത് വണ്ണിന്റെയാ പറഞ്ഞത്. ഞാൻ എന്റെ ഓർഡർ മാറിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഫോർത്ത് വണ്ണിന്റെയാ പറഞ്ഞത്. ഹെർജി. ഹെർജെ എന്നാണ് പേര്. ഹെർജെ, HERGE, ഹെർജെ.
His name is Herjay. So everybody fill there. So his book, The Adventures of Tintin, is very famous, and it's very most famous adventures story, and it's a comic album too. So this Adventures of Tintin is available in YouTube in the form of animated series. Okay, if you get time, you go and search and watch that movie. Okay, so the next we are going to the second person. Second person, all of you listen. The second person. Who is that? Avani Santosh. Avani Santosh. Avani. Okay. Avani Santosh, who is the second person? Can you read that sentence? Avani Santosh. Explains of the adventures of Huckleberry. Okay, I will read. Samuel Langhorne Clemens. That is, he wrote The Adventures of Huckleberry Finn. It is also a very world famous book. Okay, and it is also available in the form of an animated series. Edwin, what's the problem? Tell me. മിസ് ഇവിടെ മഴയായതുകൊണ്ട് ഭയങ്കര ശബ്ദമാണ്. അവിടെ മഴയുണ്ടല്ലേ? ഇവിടെയും മഴയുണ്ട്, ഭയങ്കര മഴയാണ്. അപ്പൊ നിങ്ങൾ പറ്റുന്ന പോലെ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. മിസ് നല്ല സൗണ്ടിൽ പറയാൻ ശ്രമിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. മഴയാവേണ്ടി ഇപ്പൊ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. Okay, Angel, mute your mic. Okay, so the second person, Samuel Langhorne Clemens, and he wrote The Adventures of Huckleberry Finn. And do you know his pen name? Adul Kevi. Adul Kevi? No. Then Miss fifth one. I'm telling the second one. Second one, Samuel Langhorne Clemens. Second one ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ആൻസർ ഫിഫ്ത്ത് ആണ്. അതിന്റെ ആൻസർ ആൻസർ ഞാൻ പറയാം. ആരൊക്കെ പറഞ്ഞ? ഞാൻ ചോദിക്കാം എല്ലാരും. ഞാൻ ചോദിക്കാം എല്ലാരും കൂടി ഇങ്ങനെ ചാടി കയറി പറയല്ലോ. സോ എവരിബഡി മ്യൂട്ട് യുവർ മൈക്ക്. I will ask you. Okay. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ മാത്രം അൺമ്യൂട്ട് ആക്കി പറഞ്ഞാൽ മതി. Okay. So Shiza Fatima. Do you know his pen name? The pen name of second person. Markington. Okay. മദ്രസയിലെ ക്ലാസ് 3. Okay, that is Mark Twain. Mark Twain. Okay, who is that? Adara endo parayunne? Who is that? Muhammad. Okay, enda Muhammad? ഇപ്പൊ മദ്രസയിലെ ക്ലാസ് ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, അത് സാറിനോട് പറയണം കേട്ടോ. സാറിനോട് വിളിച്ച് പറയണം. എന്നിട്ട് സാറിനോട് പറഞ്ഞിട്ട് നിങ്ങള് ചെയ്തോ, ക്ലാസ് കുടിക്കോ കേട്ടോ. ഓക്കെ, ഞാൻ സാറിനോട് ചോദിക്കും, മുഹമ്മദ് ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്ത് പോയി, അപ്പൊ സാറിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ സാർ എന്തായാലും മുഹമ്മദിനോട് ചോദിക്കും. ഓക്കെ ഓക്കെ, സാറിനോട് പറഞ്ഞോളൂ. ഓക്കെ മുഹമ്മദ്. Then okay, Mark Twain. എല്ലാരും എഴുതിയോ? ഓക്കെ, എല്ലാരും എഴുതിയോ Mark Twain? Say yes or no? Okay, okay. Then there is a third person, and is Mirza Asadullah Bai Khan. Mirza Asadullah Bai Khan, and he is renowned Urdu poet and writer. He is renowned Urdu poet and writer. So he is an Urdu poet. Okay, okay. And do you know what is his pen name? Okay, Angel. Come on. Oh,
Okay, very good, very good. All of you, very good. And the pen name of Mirza Asadullah Bai Khan is Ghalib. Ghalib, right? Ghalib there. Ghalib in that blank. All of you. Edwin, write Ghalib there. Oh, you already wrote that. Okay. Okay, then we have written the name of the fourth person, that is Herjay. And here comes the fifth person. And his name is Sampuran Singh Kalra. Sampuran Singh Kalra. And he is an Indian poet, writer, lyricist, and director. Sampuran Singh Kalra is an Indian poet, writer, lyricist, and director. And what is his pen name? Muhammad Ruwais. Tell me. Muhammad Ruwais. Munshi Miss second last one. Fifth person. Sampuran Singh Kalra. And Uttara. And the pen name. What? Tell me. Muhammad Ruwais, tell me. Second last one we say it. They parnolu. Munshi Premchand. Okay, that's not Munshi Premchand. Muhammad Ruwais. Okay, that's okay. That's not a problem. Then who is there? Okay, Edwin, tell me. Gulsar. Yes, Gulsar. So, Sampuran Singh Kalra's pen name is Gulsar. Gulzar. Gulsar. All of you write Gulsar there. Gulsar. Any doubt? Muhammad Rihan, do you have any doubt? Muhammad Rihan. Full doubt ആണ് ഒന്നും മനസ്സിലായില്ല. Okay, എവിടെ തൊട്ടാ മനസ്സിലാവാത്തെന്ന് പറയൂ മുഹമ്മദ് റിഹാൻ. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ടെക്സ്റ്റ് ഇല്ലേ? അതെന്താ ഇല്ലാത്തെ? കിട്ടിയില്ല? എന്താ മുഹമ്മദ് ദുബായിലാ. ഓ അവിടെയാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ റിഹാൻ എന്താ ചെയ്യാ? ഒന്നെങ്കിൽ ഞാൻ ഇവിടെ പറയുമ്പോ മിസ് ഇതുവരെ എഴുതിപ്പിച്ചാലൊന്ന് അയച്ചു തന്നെ. ഇതുവരെ പഠിപ്പിച്ചതിന് നോട്ട്സ് കിട്ടിയിട്ടില്ലല്ലേ നിങ്ങൾക്ക് നോട്ട്സ് ഒന്നും തന്നിട്ടില്ല മിസ് മേരിക്കുട്ടി മിസ്? ഓക്കെ മുഹമ്മദ് റിഹാൻ ചോദിക്കാം. എഡ്വിൻ, എല്ലാത്തിന്റെ നോട്ട് മേരിക്കുട്ടി മിസ് തന്നിട്ടുണ്ടോ നിങ്ങക്ക്? ഓക്കെ, ഇപ്പൊ ഈ കഴിഞ്ഞ വരെയുള്ള സംഭവത്തിന്റെ നോട്ട് തന്നിട്ടുണ്ടോ? ലാസ്റ്റ് ഓക്കെ, അപ്പൊ നിങ്ങളത് റിഹാന് സെൻഡ് ചെയ്ത് കൊടുത്തില്ല? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഓക്കെ മുഹമ്മദ് റിഹാൻ. ഓക്കെ അന്നാറോസ്, ടെൽ മീ. അത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ആ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതാനും പിന്നെ ഈ പസിൽസ് മാത്രം 2 പ്രാവശ്യം എഴുതിക്കോളാനൊക്കെ മിസ് പറഞ്ഞത്. അങ്ങനെയല്ലേ, അല്ലാണ്ട് എക്സ്ട്രാ നോട്ടും തന്നിട്ടില്ല. ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് നിങ്ങളുടെ നോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ മുഹമ്മദ് റിഹാൻ. മുഹമ്മദ് റിഹാൻ ഇതുവരെ ഉള്ളതിന്റെ ഒന്നിന്റെ നോട്ട് കിട്ടിയിട്ടില്ല? ഇല്ല. ഓക്കെ, സാറില്ല, ഞാൻ അതിന്റെ നോട്ട് അയച്ചു തരാം. ഓക്കെ ഓക്കെ. അപ്പൊ മുഹമ്മദ് റിഹാൻ, ഓക്കെ ഓക്കെ, ഐ വിൽ സെൻഡ് യു ദ നോട്ട്സ്. നത്തിങ്, ഐ വിൽ സെൻഡ് യു ദ നോട്ട്സ്. ഓക്കെ, സോ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മുഹമ്മദ് റിഹാൻ ഇവിടെ കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്തിരിക്കണം. ഓക്കെ, and listen to the class carefully. Okay Josie. സെക്കൻഡിന്റെ തേർഡിന്റെ ഒന്നും കൂടെ പേരൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? സെക്കൻഡിന്റെ മാർക്ക് ട്വെയിൻ, MARK
TWAIN, Mark Twain. കിട്ടിയോ? Okay, the third person is Ghalib. GHALIB, Ghalib. Okay. Okay, നമുക്ക് അടുത്തതിലോട്ട് പോവാം. Okay, let's move to the sixth person. And that's a lady. And her name is Mary Ann Evans. Mary Ann Evans. And she is an English novelist who used a male pen name. That is, even though she is a female, she used a male pen name to represent her. And what is that pen name? Hannah Rose, do you know that pen name? Yes, Oh, miss. what is that name? George Islet. Okay. Okay. Shiza Fatima. Shiza Fatima. George Eliot. George Eliot. That is GEORGEELIOT. George Eliot. That's her pen name, and that's a male pen name. Okay. Everybody got it? Okay. എല്ലാരും എഴുതിയോ? Okay. Lakshmi Priya, have you finished writing? Yes. Okay, then let's move to the seventh person. And he's an Indian writer. His name is Dhanpat Rai Srivastava. Dhanpat Rai Srivastava. And he wrote Gaban and Godan. So he's an Indian writer and one of the foremost Hindi writer. He's a Hindi writer. And I will ask you, Adul Kevi. Adul Kevi. Okay, do you know his pen name? George. No. The seventh person, the Indian writer, Dhanpat Rai Srivastava. Do you know? Munshi Premchand. Munshi Premchand. Okay, write Munshi Premchand there. That is Dhanpat Rai Srivastava's pen name is Munshi Premchand. Adul Kevi, very good. Okay. So, all of you write that name in that blank. Okay, have you finished? Yes or no? Say yes or no. Avani, have you finished writing? Okay, yes. Josie, have you finished? Yes, you have finished writing. Yes, we are going to the eighth person. That is Charles Ludwig Dodgson. Charles Ludwig Dodgson. And he wrote Through the Looking Glass. So he wrote Through the Looking Glass. And this Through the Looking Glass is a beautiful story similar to Alice in Wonderland. So the name of the major character is Alice itself. So it's like Alice reaching into a strange world. So it's like Alice in Wonderland story. Okay. So that's an interesting story. And do you know what's his pen name? What is his pen name? I will ask Muhammad Ruwais. Do you know his pen name? Okay. Okay, then tell me. Lewis Carroll. Okay, Lewis Carroll. LEWISCARROLL. Lewis Carroll. Write that name there. Lewis Carroll in that blank. And Lewis Carroll is the pen name of Charles Ludwig Dodgson. Okay. Okay. Hello, ready? Okay. Then the last and final person, that is our ninth writer, is Eric Arthur Blair. Eric Arthur Blair, and he wrote Animal Farm.
So Animal Farm is an interesting novel in which it describes a group of farm animals who rebel against their human farmer to create a society where animals are very free and they have freedom, they have equality. Okay, it's very interesting story. And what will be his pen name? I Okay, know that. okay, then tell me, Edwin. Well, Okay, George Orwell, right? George Orwell there. All of you write George Orwell there. George Orwell is the pen name of Eric Arthur Blair. Okay, Angel, എഴുതിയോ? Yes. Okay. So, in this chapter, we have studied about names and pen names. Okay, pen names of many writers. Okay, and what are these pen names? What do you mean by these pen names, Angel? Pen names means the writers to hide the real name. Pen names are? Angel, camera off ആക്കി പോയോ? Okay, അവരുടെ പേര് മറയ്ക്കാൻ okay. Then who is Edwin? Where is Edwin? Edwin, turn on the camera. What are you doing there? Edwin. Edwin. എന്റെ ക്യാമറ ഓണാ. Okay, but I can't see you here. ഇപ്പൊ കുഴപ്പമില്ല, നേരത്തെ കാണത്തില്ലായിരുന്നു, അതാ ചോദിച്ചേ. Okay, Edwin, what do you mean by the pen names? അവരുടെ സ്വയം പേര് ഒളിപ്പിച്ചു വെക്കുന്നത് ആണ് pen name. Okay, when I ask you questions, you should try to say the answer in English. Okay, and don't worry about the mistakes. Okay, that you made. Just try to say in English. Okay. Okay, then why they are using this pen names? Josie Joseph, why these writers are using pen names even though they have a good name? Why? Josie, can you hear me? Yes. Okay, and tell me the answer. They will Okay, come on. they will hide the names with the pen names and they will Because they hide their original name with the pen names because. Okay, tell me the reason. they don't want to famous. Okay, they don't want to become famous. That is, they want to avoid their over publicity. Okay, because they want to avoid their over publicity. And then another reason, Amani Sandosh, can you tell me any another reason? Amani Sandosh, can you hear me? Okay, then tell me. Is there any other reason for choosing pen names? Look at your textbook, there is answer. Amani, unmute your mic and tell me the answer. Okay, then tell me. Amani, you again muted. Unmute your mic, Amani. Amani, can you hear me? Where is she? Okay. Then Lakshmi Priya. Is there any other reasons? to make their name distinctive. Yes, to make their names distinctive. That is to make their name more special. To make their name more different. Okay.
That is then, is there any another reason for this? Edwin, is there any another reason for using this pen name? Edwin, unmute your mic and tell me the answer. Avoid their overexposure. Okay, that's already told by Josie. Okay, and is there any another reason? You don't know? Okay, and read the first paragraph. First paragraph of that page. കഴിഞ്ഞോ? Okay, Hannah, come on, tell me. To hide their gender. Okay, that is to hide their gender. That is the answer. Okay, that is okay. The writers use pen names to hide their gender and to make their names more distinctive, and also to avoid the over publicity. That's why they are choosing this pen names. Okay. 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 Appo nammade first names and pen names ennulla ee oru chapter തീർന്നു. നെക്സ്റ്റ് ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. അത് പുതിയൊരു ചാപ്റ്റർ ആണ്. സോ അത് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് ടൈം ഇല്ല. പക്ഷെ ഡെഫിഷ്യൻസി ഡിസീസിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ഡു യു നോ വാട്ട് ആർ ഡെഫിഷ്യൻസി ഡിസീസ് ഓർ വാട്ട് ഈസ് മീൻ ബൈ ഡെഫിഷ്യൻസി ഡിസീസ്? ഡു യു നോ? Yes, miss. ഓക്കെ, ഹന്ന, ടെൽ മീ വാട്ട് യു മീൻ ബൈ ഡെഫിഷ്യൻസി ഡിസീസ്? നമുക്ക് ന്യൂട്രിയൻസ് ഇല്ലാത്തത് കൊണ്ട് വരുന്ന അസുഖങ്ങളാണ് ഡെഫിഷ്യൻസി ഡിസീസ്. Okay, that's very good. And do you know any example for this deficiency disease? Anyone? Angel? Angel, are you sleeping there? മിസ്, ഡെഫിഷ്യൻസി ഡിസീസിന്റെ അസുഖങ്ങളുടെ ഏതെങ്കിലും പേരാണോ? അതെ അതെ അതെ. ബെറി ലോസ് ഓഫ് വിഷൻ. Okay, Hannah Rose. That's okay. Okay, Angel. scurvy, Okay, scurvy, very good. anemia, Very good. Okay, that's okay. Actually, deficiency disease means our body required a balanced amount of vitamins and nutrients. Okay, നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേക എമൗണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ ആവശ്യമാണ്. Okay, if the amount of nutrients and vitamins in our body falls below this required level, then these deficiency diseases will arise. Okay, അതായത് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിലുള്ള ന്യൂട്രിയൻസോ വൈറ്റമിൻസിന്റെയോ ആ ഒരു അളവിൽ നിന്ന് കുറവ് വന്നാൽ നമുക്ക് അന്നേരം ഉണ്ടാവുന്ന ഡിസീസസിനെയാണ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ ബെറിബറി ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡെഫിഷ്യൻസി ഡിസീസ് ആൻഡ് ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B1. ഓക്കെ, ആൻഡ് ഡു യു നോ ദ സിംറ്റംസ് ഓഫ് ദിസ് ബെറിബറി ഡിസീസ്? Say yes or no? Yes. Okay, who's that? Angel? Or Edwin, do you know? Is there the symptoms of this beriberi disease? Edwin? Weak muscles. Oh, okay, okay, Hannah Rose, that's very good. Weak muscles and very little energy to work. Okay, that's the symptoms of this beriberi disease. Okay, and there is another disease called anemia. Have you heard about that disease? Anemia? Okay, Lakshmi Priya. Lakshmi Priya, unmute your mic. Okay, do you know what brings anemia and what is the reason for this anemia? No. Okay, it's okay. Then Shiza Fatima, do you know why anemia occur? Okay, Josie, do you have any idea?
No. Okay, Angel. Come on. Weakness. Okay, that is a symptom of anemia. Anemia results in weakness of our body. And why anemia occurs? Iron. It is due to the deficiency Iron. of iron in our body. Anemia arises due to the deficiency of iron in our body. Okay, and there is another disease called scurvy. Scurvy നിങ്ങൾ പറഞ്ഞല്ലായിരുന്നോ നേരത്തെ ഞാൻ ചോദിച്ചപ്പം? Okay, then എന്തുകൊണ്ടാണ് സ്കർവി ഉണ്ടാവുന്നത്? Anybody know? വിറ്റമിൻ സി ഇല്ലാത്തത് കൊണ്ട്. Okay, scurvy arises due to the deficiency of vitamin C. Okay, and then is there any other diseases, deficiency diseases that you know? റിക്കറ്റ്സ്. Okay, rickets. Okay, ricket, very good. And why this ricket happened to our body? Because of the deficiency of vitamin D. Okay, Vitamin D. okay, rickets due to the deficiency of vitamin D. And do you know the symptoms of rickets? Bones become Bones soft became and bend. soft. Okay, that is the strength. Our bones become very weak and very soft and the bones bent. Okay, that is we lost the shape of a normal human body. Okay, നമ്മുടെ എല്ലുകളൊക്കെ വളഞ്ഞ് സോഫ്റ്റ് ആയി വളഞ്ഞ ഒരു നോർമൽ ഹ്യൂമന്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിൽ നിന്ന് മാറിയിട്ടായിരിക്കും നമ്മുടെ ഷേപ്പ് ഉണ്ടാവുക. എപ്പോ റിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ടാവുമ്പോൾ. ഓക്കെ, ആൻഡ് is there any another deficiency diseases? Loss of vision. Okay, okay, Angel and Hannah, very good. Loss of vision. Okay, very good. Okay, Angel, mute your mic. Then Josie. Josie, can you hear me, Josie? Yes, miss. Okay, and loss of vision arises due to the deficiency of which vitamin? Which vitamin? Vitamin A. Vitamin A, very good. The deficiency of vitamin A results in the loss of vision. So, നമ്മൾ ഡെഫിഷ്യൻസി ഡിസീസിന്റെ കുറച്ച് എക്സാമ്പിൾസും കുറച്ച് ഇൻട്രൊഡക്ഷൻസും പറഞ്ഞു അല്ലേ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കുറെ എക്സസൈസ് ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ്സിൽ നമുക്ക് ടൈം ഇല്ല, നമ്മുടെ ക്ലാസ് ഓൾമോസ്റ്റ് തീരാറായി. ഓക്കെ, ആൻഡ് ഡു യു ഹാവ് എനി ഡൗട്ട്? No. Okay. Okay, and it's time to wind up the class. Okay, thank you all. Bye, miss. Thank you. Thank you. Okay. Thank you, miss. Thank you. Thank you, miss. Thank you all. Bye, miss. Bye.